ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പടക് എന്ന സ്കിറ്റിന് ശേഷം പ്രേക്ഷകരുടെ അഭ്യർത്ഥന മാനിച്ച് അതിൻ്റെ രണ്ടാം ഭാഗം ഇവിടെ ഞങ്ങൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. കടലിലെ തിരമാലകളും കാറ്റും കർത്താവായ യേശുക്രിസ്തുവിനെ അനുസരിക്കുന്നത് തങ്ങളുടെ കൺമുമ്പിൽ കണ്ടും അനുഭവിച്ചറിഞ്ഞതുമായ ശിഷ്യന്മാർ ഇപ്പോൾ കടലിനക്കരെ ഗദരദേശത്തിൻ്റെ തീരത്തേക്ക് അണഞ്ഞു. തുടർന്ന് കാണുക. ഓ, എന്നാ പറയാനാ എൻ്റെ പിള്ളേരെ. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കടൽ ഇത്രയും കോപിച്ചതായി കാണുന്നത്. അതെ അതെ, ഞാൻ വിചാരിച്ചു ഇതോടുകൂടി നമ്മുടെ എല്ലാവരുടെയും പണി തീർന്നെന്ന്. എന്താ അവന് പറ്റിയത്? നോക്കി. ഓ, അവനെന്തോ മട്ടടിച്ചിട്ട് കോൺ തെറ്റിയിരിക്കുകയായിരിക്കും. അല്ലെങ്കിൽ അവൻ്റെ നരമ്പ് പൊട്ടിക്കാണും. മിണ്ടാതിരിക്കട്ടെ, ഗുരു നിൽക്കുന്നത് കാണുന്നില്ലേ? ഓ, കടലിൻ്റെ താണ്ഡവം കഴിഞ്ഞ് കര പറ്റിയതേ ഉള്ളൂ. ഇവിടെ അതിനേക്കാൾ വലിയൊരു ദുരന്തമാണല്ലോ ഇത്. ഇതെല്ലാം കൂടും കുടുക്കെടുത്ത് നമ്മുടെ പിറകെ തന്നെ കൂടിയിരിക്കുകയാണല്ലോ. ഓ, ഈ വാട്ടൻ ഇനി എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടാൻ പോകുന്നത്? എൻ്റെ ദൈവം തമ്പുരാനെ. ഡാ നീ ഇച്ചിരി മാറിയുന്നോ, ഇല്ലെങ്കിൽ അവൻ നിന്നെയും പിടിച്ച് ആ കല്ലറയ്ക്കകത്തിട്ട് അടയ്ക്കും. ചേട്ടാ, ഈ പുള്ളിക്ക് വട്ടാണോ അതോ തണ്ണി അടിച്ച് പിരിതെറ്റിയിരിക്കുകയാണ്? ഓ, അവനെ ചങ്ങല കൊണ്ടൊന്നും ബന്ധിച്ച് നിർത്താൻ കഴിയത്തില്ല. അത്രയ്ക്ക് വീര്യം കൂടിയ സാധനമാന്നേ. കുറേ വർഷങ്ങളായിട്ട് അവൻ വട്ടി പിടിച്ച് നടക്കുകയാണേ. പല പ്രാവശ്യം അവ ഇവിടെ ചങ്ങലയും പൊട്ടിച്ച് ബഹളവും വെച്ച് നടക്കുകയായിരുന്നു. ആർക്കും അവൻ്റെ രോഗം ഇതുവരെ മാറ്റാൻ കഴിഞ്ഞിട്ടില്ല. ഇങ്ങോട്ട് നോക്കിയേ. വെറുതെ അവൻ്റെ അടുത്തോട്ട് പോയി അടിയൊന്നും വാങ്ങിക്കൂട്ടരുതെന്ന് ആ പുള്ളിക്കാരനോടൊന്ന് പറ. യേശുവേ, മഹോന്നതനായ ദൈവത്തിൻ്റെ പുത്ര, എനിക്ക് നിനക്കും തമ്മിലെന്ത്? നീ എന്തിനെന്നെ ദണ്ഡിപ്പിക്കുന്നു? ഓ, എന്നെ വിട്ടുപോ, എന്നെ ഉപദ്രവിക്കരുത്. എന്നെ വിട്ടുപോ. ഓ, അശുദ്ധാത്മാവേ, ഈ മനുഷ്യനെ വിട്ടുപോകും. ഇല്ല ഇല്ല, എന്നെ വെറുതെ വിടൂ. ഓ, നീ എന്നിവിടെ വന്നു? ഓ, നിന്റെ പേരെന്താവുന്നു? എൻ്റെ പേര് ലഗ്യോൺ. ഞങ്ങൾ പലരാകുന്നു. ദയവായി നീ നാട്ടിൽ നിന്ന് എന്നെ പറഞ്ഞയക്കരുത്. ഇല്ല, ഇപ്പോൾ തന്നെ നിങ്ങൾ ഇവനെ വിട്ടുപോകുക. എന്നാൽ ആ പന്നിക്കൂട്ടത്തിൽ കടക്കുവാൻ ഞങ്ങളെ അനുവദിക്കണം ദൈവപുത്ര. ശരി, ആ പന്നിക്കൂട്ടത്തിൽ കിടക്കുവാൻ ഞാൻ നിങ്ങളെ അനുവദിച്ചിരിക്കുന്നു.
എടാ ഇതാ വട്ടി പിടിച്ച് നടന്നവനല്ലായിരുന്നോടാ? ഇവന്റെ ഭ്രാന്തൊക്കെ എപ്പം മാറി? എടാ, ആ നിൽക്കുന്ന പുള്ളിക്കാരനില്ലേ, ആ പുള്ളിയുടെ പേര് യേശു എന്നാ. അദ്ദേഹം അവൻ്റെ വട്ട് മാറ്റിയത്. എന്നാലും കൊള്ളാലോടാ. എത്ര വർഷമായി ഈ നാട് മുഴുവൻ നോക്കിയിട്ടും പറ്റാത്തത് യേശുവിന് സാധിച്ചല്ലോ. ഭയങ്കരം തന്നെ. ഇത് വല്ലാത്തൊരു അതിശയമായി പോയല്ലോടാ. ഗുരു, നാട്ടുകാർ ബഹളം വയ്ക്കുന്നു. എത്രയും പെട്ടെന്ന് നമുക്ക് ഇവിടെ നിന്ന് പോകാം. സാരമില്ല പത്രോസേ, നമുക്ക് മടങ്ങിപ്പോകാം. ഗുരു, ഞാനും അങ്ങോട്ട് കൂടെ വരട്ടെ. ഇനിയുള്ള കാലം ഞാനും അങ്ങോട്ട് കൂടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. ഇല്ല മകനെ, നിന്റെ വീട്ടിൽ പോയി നിനക്കുള്ളവരുടെ അടുക്കൽ ചെന്ന് കർത്താവ് നിന്നോട് ചെയ്തതൊക്കെയും നിന്നോട് കാണിച്ച കരുണയും അവരോട് പ്രസ്താവിക്കുക. ഇന്ന് നിങ്ങൾ ഏതെങ്കിലും വിഷയത്തിൻ്റെ മുമ്പിൽ ബന്ധിക്കപ്പെട്ട അവസ്ഥയിലാണോ? നിങ്ങൾക്ക് മുമ്പോട്ട് ഒരു ചുവട് വയ്ക്കുവാൻ സാധിക്കുന്നില്ലയോ? എങ്കിൽ ഈ നിമിഷം നിങ്ങളെ തന്നെ ക്രിസ്തുവിൽ ഒന്ന് സമർപ്പിക്കുവാൻ തയ്യാറാവുക. നമ്മുടെ ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല. ഒരിക്കൽ ഭൂതഗ്രസ്തനായി ആർക്കും വേണ്ടാതെ കിടന്നിരുന്ന ഈ മനുഷ്യൻ ഇന്ന് ദൈവം തൻ്റെ ജീവിതത്തിൽ ചെയ്ത കാര്യങ്ങൾ ദക്കപ്പൊലി നാട്ടിൽ ഘോഷിച്ചുകൊണ്ട് ജീവിതയാത്ര തുടരുന്നു. ഇത്രയും നേരം ഈ സ്കിറ്റ് വീക്ഷിച്ച എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ഭൂതങ്ങൾ വിട്ടുടൻ പോകും, സർവബാധയും നീങ്ങിടുമേ. ഭൂതങ്ങൾ വിട്ടുടൻ പോകും, സർവബാധയും നീങ്ങിടുമേ. രോഗികളും ആശ്വസിക്കും, ഗീതസ്വരം മുഴങ്ങിടുമേ. രോഗികളും ആശ്വസിക്കും, ഗീതസ്വരം മുഴങ്ങിടുമേ. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂവിലെങ്ങും